ഗൈസ്, വെൽക്കം ബാക്ക് ടു ബ്ലൂം വിത്ത് നോളജ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോളേജ് സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആവുന്ന 5 സ്റ്റഡി ടിപ്സ് ആണ്. നിങ്ങളൊരു ഡിഗ്രി സ്റ്റുഡന്റ് ആണ് അല്ലെങ്കിൽ ഒരു PG സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് എക്സാമിന് നിങ്ങളുടെ പേപ്പർ പ്രസന്റേഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും എക്സാം ടൈമിൽ നിങ്ങൾ പേപ്പറിൽ എന്ത് എഴുതുന്നു, എങ്ങനെ എഴുതുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ നിങ്ങളുടെ മാർക്ക് ഇരിക്കുന്നത്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ട് ചില കുട്ടികൾ അവർക്കായിരിക്കും ക്ലാസ്സിൽ തന്നെ ടോപ്പ് മാർക്ക്, ടോപ്പർ അവരായിരിക്കും. പക്ഷേ യൂണിവേഴ്സിറ്റി എക്സാം റിസൾട്ട് വരുന്ന സമയത്ത് അവരുടെ മാർക്ക് ഒരുപാട് കുറഞ്ഞു പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. സോ പറഞ്ഞു വരുന്നത് പേപ്പറിൽ ആൻസർ എഴുതുന്ന സമയത്ത് നീറ്റായിട്ട് എഴുതണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒരിക്കലും ഒഴിവാക്കരുത്. നമുക്ക് എല്ലാം അറിയാം, പക്ഷെ നമ്മൾ നീറ്റായിട്ട് ആൻസർ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടണം എന്നില്ല. നമ്മൾ പഠിക്കുന്ന കുട്ടിയാണെന്ന് നമ്മുടെ പേപ്പർ നോക്കുന്ന എക്സാമിനറിന് മുൻവിധിയൊന്നും തന്നെ ഇല്ലല്ലോ. സോ അത് നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. ഓരോ ക്വസ്റ്റിനും ആൻസർ ചെയ്യുന്ന സമയത്ത് വളരെ വൃത്തിയിൽ എഴുതുക, ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ട് ഇടുക, ക്വസ്റ്റിൻ്റെ മാർക്ക് എങ്ങനെയാണോ അതിനനുസരിച്ച് മാത്രം ആൻസർ എഴുതുക. ഇല്ലെങ്കിൽ ലാസ്റ്റ് 10 മിനിറ്റിൽ അറിയുന്നത് കൂടെ എഴുതാൻ നമുക്ക് സമയം കിട്ടണമെന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സ് എഴുതി പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ 10ലും +2ലും ഒക്കെ ഉള്ള പോലത്തെ പോർഷൻസ് അല്ല നമുക്കിപ്പോൾ പഠിക്കാനുള്ളത്. ഇപ്പം നിങ്ങൾ ഏതൊരു യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ഒരു ടോപ്പിക് എടുത്ത് ഒരുപാട് പഠിക്കാനുണ്ടാവും. റെഫറൻസ് ബുക്സ് തന്നെ ഉണ്ടാവും ഒന്നിൽ കൂടുതൽ. സോ ഈ ഒരു റെഫറൻസ് ബുക്കൊക്കെ നന്നായിട്ട് നമ്മൾ വായിക്കണം. ഇപ്പം 1 വേർഡ് മാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വരാം. ആൻഡ് ഇങ്ങനെ വായിച്ചതൊക്കെയും എഴുതാൻ നമുക്ക് കഴിയണമെന്നില്ല. സോ എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് വായിക്കുക. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം. ഷോർട്ട് നോട്ട്, പേര് പോലെ അത് ഷോർട്ടായിരിക്കണം. അല്ലാതെ പാരഗ്രാഫ് കണക്ക് വലിച്ചു വാരി എഴുതരുത്. ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ട്, ഒരിക്കൽ കൂടെ പറയുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എഴുതണം. അതിനോടൊപ്പം തന്നെ റിലേറ്റഡ് ആയിട്ട് വല്ല ഡയഗ്രംസ് ഉണ്ടെങ്കിൽ അതുകൂടെ ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഈ ഡയഗ്രംസ് വരച്ച് പഠിക്കാനായിട്ട്. ആൻഡ് ദെൻ വാട്ട് വിൽ ഹാപ്പൻ, എക്സാമിന് ഇത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നാൽ നീറ്റായിട്ട് നമുക്ക് ഫാസ്റ്റായിട്ട് ഡയഗ്രാം വരയ്ക്കാൻ പറ്റില്ലേ. ആൻഡ് ആ ക്വസ്റ്റ്യനിലെ മാർക്കും നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കില്ലേ. ഈ ഷോർട്ട് നോട്ടിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് എക്സാം ആവാറാവുന്ന സമയത്ത് നിങ്ങൾ റിവിഷൻ ചെയ്യുമല്ലോ, ആ റിവിഷൻ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ ഈ ഷോർട്ട് നോട്ട്സ് നിങ്ങൾ ഒരുപാട് സഹായിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ കുറെ കൂടെ നന്നായിട്ട് ഓർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ. സോ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ചുമ്മാ പോരുത്. പറയുന്ന കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അതിലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. നിങ്ങളൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ബുക്ക് അടച്ചു വെച്ച് മിററിൻ്റെ മുമ്പ് പോയി നിന്നിട്ട് ആ പഠിച്ചതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അതിൻ്റെ ആൻസർ സ്വയം എക്സ്പ്ലെയിൻ ചെയ്യുക. ഞാനിപ്പോൾ എന്താ പഠിച്ചത്, ഇതിൽ പറയുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാ, നിങ്ങളുടെ ആ ഒരു ടോപ്പിക് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ആൻഡ് ഇതിൻ്റെ ആൻസർ നിങ്ങൾ നീറ്റായിട്ട് പറയാം. ഇത് നിങ്ങൾ ശീലിക്കണം. ഇപ്പം നമ്മൾ ആദ്യം ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ടോപ്പിക്ക് പഠിച്ചു, അത് കഴിഞ്ഞ് ബുക്ക് അടച്ചു വെച്ചിട്ട് ഈ ഒരു മിററിൽ പോയി നിന്ന് നമ്മൾ പറയാൻ പോകുന്ന സമയത്ത് പകുതി ആകുമ്പോഴത്തേനും നമ്മൾ സ്റ്റക്കായിട്ട് പോകും. നമുക്ക് കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടാവില്ല. ഇത് നോർമലാണ്. പിന്നെ നിങ്ങൾ ആ നോട്ട്ബുക്ക് എന്ത് ചെയ്യുക, ഒന്നുകൂടെ എടുക്കുക, വായിച്ച് മനസ്സിലാക്കുക, പിന്നെയും കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് പറയുക. എല്ലാം കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വരെ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യണം. ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാലും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്ററായിട്ട് ഈ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ പഠിക്കുന്ന സമയത്ത് അതൊന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക എന്നതാണ്. ആ പോയിന്റ്സിലാണ് നമ്മുടെ മാർക്ക് ഇരിക്കുന്നത്. നമ്മൾ ഒരുപാട് എഴുതിയിട്ടുണ്ടാവും, പക്ഷേ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടണം എന്നില്ല. സോ പഠിക്കുമ്പം നോക്കിയിട്ട് പഠിക്കുക. ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് അറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ലാസ്റ്റ് 5 ഇയർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ കളക്ട് ചെയ്യുക. ഏതൊക്കെ പോർഷൻസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എന്ന് എല്ലാ സബ്ജക്റ്റിൻ്റെയും നിങ്ങൾ ചെക്ക് ചെയ്യണം. ആ പോർഷൻസ് നിങ്ങൾ ഒരിക്കലും പഠിക്കാതെ ഇരിക്കരുത്. എന്തായാലും സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. കുറച്ചുകൂടി എഫേർട്സ് ഇട്ടാൽ, കുറച്ചുകൂടെ കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എന്തായാലും അതിന് സാധിക്കും. പിന്നെ ഇന്റേണൽ എക്സാംസിൻ്റെ ഒക്കെ പേപ്പറിൽ വന്ന ചോദ്യങ്ങൾ നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഇതൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ സാധിക്കും, നന്നായിട്ട് മാർക്ക് വാങ്ങിക്കാനും കഴിയും. ഇനി ലാസ്റ്റായിട്ട് പറയാനുള്ളത് 10ലും +2ലും ഒക്കെ ടോപ്പറായിട്ട് നടന്നിരുന്ന കുറേ കുട്ടികൾ ഈ ഡിഗ്രി ഒക്കെ ആകുമ്പോഴത്തേനും ഉഴപ്പി നടക്കാറുണ്ട്, സപ്ലിയൊക്കെ മേടിച്ചിട്ട്. അവർ ശരിക്കും ഒന്ന് വാശിയോടെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈസിയായിട്ട് അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അവർ വിചാരിച്ചാൽ അവർക്ക് അതിന് എന്തായാലും കഴിയും. അപ്പം നിങ്ങൾ അങ്ങനെ ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക പഠിക്കാനായിട്ട്. നിങ്ങളുടെ കൂടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, പക്ഷേ അവരൊക്കെ ജയിച്ച് അവർക്ക് നല്ല മാർക്ക് വാങ്ങി പോകുന്ന സമയത്ത് നമ്മൾ മാത്രമായിരിക്കും ചില സമയത്ത് ഡൗൺ ആയിട്ട് അവിടെ ഇരിക്കുക. ഇത് എന്തുകൊണ്ടാണ്, നമ്മൾ മുമ്പ് പഠിക്കാത്തത് കൊണ്ടാണ്, നമ്മൾ ഉഴപ്പി നടന്നുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സ് അങ്ങനെയല്ല. അവർ ചിലപ്പോൾ നമ്മളുടെ അടുത്ത് അവരൊന്നും പഠിച്ചില്ല എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, അവർക്ക് മാർക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിൽ മാർക്ക് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം. ഉഴപ്പിൽ നിർത്തിയിട്ട് കാര്യമായിട്ട് പഠിക്കാൻ തുടങ്ങുക. പഠിച്ചാലേ കാര്യമുള്ളൂ. പഠിക്കുന്ന ആൾക്ക് എപ്പോഴും എവിടെയും ഒരു വാല്യൂ ഉണ്ടാവും.
അത് മറക്കാതിരിക്കുക. സോ ഗൈസ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് വീഡിയോ. ഈ 5 ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം.